ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമുക്ക് രാജ്യം നൽകുന്ന പിതാവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുലിഖിതം. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ ദൈവം നൽകുന്ന ഓരോ ഇൻവിറ്റേഷനും, ഓരോ ക്ഷണവും, ഓരോ അവസരവും എത്രയോ വിലയുള്ളതാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഒരു തോന്നല്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വെറും ഒരു തോന്നല് പോലും ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലായി അവൻ രൂപാന്തരപ്പെടുത്തും. ഒരുപാട് കണ്ണുനീരിലും ഒരുപാട് തകർച്ചയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുടുംബത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാൻ ജസ്റ്റ് ഒരു തോന്നല് മാത്രം മതിയാവും. ഞാൻ ഓർക്കുന്നുണ്ട്, കൊല്ലം കോവിൽത്തോട്ടത്ത് ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നു. അവിടെ ഒരു കുടുംബം അവരുടെ അനുഭവം രേഖപ്പെടുത്താൻ വേണ്ടി വന്നു. അവരുടെ മകന് രോഗം. ആ രോഗത്തിൽ നിന്ന് ആ മകനെ ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടി അവര് പാടുള്ളത് പോലെ എല്ലാം അധ്വാനിച്ചു. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തോന്നൽ, ഇതാ ഇവിടെ ഒരു കൺവെൻഷൻ ഉണ്ട്, ഇതാ ഇവിടെ യേശുവിന്റെ വചനം, എനിക്ക് ആ വചനം കേൾക്കണം, അവിടെ പോയി പ്രാർത്ഥന സ്വീകരിക്കണം. ആ തോന്നൽ, ആ ഒരു പ്രേരണ, ആ ഒരു ഇൻസ്പിറേഷൻ അവരുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറി. എന്റെ പേര് ജോസ്ഫിൻ. എന്റെ ഭർത്താവിന്റെ പേര് യേശുദാസൻ. എന്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ്. ഞാൻ കോവിൽത്തോട്ട് ഇടവകക്കാരനാണ്. എന്റെ മോന് 2014 ഒക്ടോബർ മാസം സ്കൂളിൽ ജപമാല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധമില്ലാതെ ഒന്ന് വീണിരുന്നു. അങ്ങനെ തുടർന്ന് 3 പ്രാവശ്യം ആ മാസം തന്നെ വീഴുകയും ചെയ്തിരുന്നു. ഞങ്ങൾ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞ് ആദ്യം പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ്, മൂന്നാമത് ഞങ്ങൾ കൊണ്ടു ചെന്നപ്പോൾ മോനെ ഐസിയുവിൽ കയറ്റിയിട്ട് പറഞ്ഞ് മോണിറ്റർ ടെസ്റ്റിന് വിധേയമാക്കി. അതിൽ രാത്രി 1:30 ആയപ്പോൾ മോന്റെ ഹാർട്ടിന്റെ ഇടിപ്പുകൾ വളരെയധികം കുറഞ്ഞു വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ജനുവരി മാസം സെബസ്ത്യാനോസിന്റെ പള്ളിയിൽ പോയിരുന്നു. അർത്തുങ്കൽ പള്ളിയിൽ നേർച്ച സാധിക്കാൻ പോയി. പോകുന്ന വഴിക്ക് പൂങ്കാവ് പള്ളിയിൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ മട്ടായച്ചന്റെ ധ്യാനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് കാണാനിടയായി. അഭിഷേകാഗ്നി ധ്യാനത്തിന്റെ ഫ്ലെക്സ്. ഞങ്ങൾ തിരിച്ച് തീരദേശം വഴി വരികയും പൂങ്കാവ് പള്ളി കയറുകയും ചെയ്തു. ഇതിനെപ്പോലെ ജലസമൃദ്ധമായിരുന്നു. അച്ഛനെ കാണാൻ പോലും ഇടം വരുകയില്ല എന്നുള്ള ഞങ്ങൾ വിചാരിച്ചത്. അതായത് ഇങ്ങനെ ഈ ഇങ്ങനെ അങ്ങോട്ട് ജനങ്ങൾ അങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ തീരം മുഴുവൻ ജനങ്ങളായിരുന്നു. അതൊരു ഉച്ച സമയമായിരുന്നു. എല്ലാവർക്കും കുമ്പസാരം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ ആരോ തള്ളി അച്ഛന്റെ മുമ്പിലോട്ട് ഇടുന്ന കണക്ക് ഞങ്ങൾക്ക് തോന്നി. എടുത്തോണ്ട് പോയി ഫ്രണ്ടിൽ കൊണ്ടുവച്ച മാതിരി അത്രയും ദൈവം ഇടപെട്ട് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ അച്ഛന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വരികയാണെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സമയമില്ല മോളെ, പെട്ടെന്ന് നടന്നു പറഞ്ഞോളെന്ന് പറഞ്ഞു. ഞങ്ങൾ മോന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞ്, ഇത് എവിടെ ധ്യാനം നടക്കുന്നു അവിടെ മോള് വിളിച്ച് പറഞ്ഞിരിക്കണം, ദൈവത്തിന്റെ അത്ഭുതം നീ എന്നെ അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഏറ്റച്ഛൻ ഞാൻ എല്ലാം എവിടെ ആയിരുന്നാലും ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയും. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ഉണ്ടെന്ന് അറിയുകയും ചെയ്തത്. ആ സമയത്ത് എന്റെ മോനെ ശ്രീചിത്ര ഹോസ്പിറ്റലിലേക്കാണ് ഇവിടുന്ന് ഡോക്ടർമാർ റെഫർ ചെയ്തത്. അവിടെ ചെന്ന് ഓരോ മാസം ചെക്കപ്പ് നടത്തുമ്പോഴത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു 12ാമത്തെ വയസ്സിൽ മോനൊരു ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അച്ഛന്റെ കൈവച്ച് ശുശ്രൂഷ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ മോനെ കൊണ്ടു ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ ടെസ്റ്റ് നടത്തി. ഒരു ടെസ്റ്റ് യാതൊരു കുഴപ്പമില്ല, മോനെ ഇനി കൊണ്ടുവരേണ്ട കാര്യമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ പ്രാർത്ഥന കഴിഞ്ഞ് മോനെ കൊണ്ടുപോയി ടെസ്റ്റിന് വിധേയം അങ്ങനെ ചെക്കപ്പ് നടത്തിയപ്പോ ഇനി ഇങ്ങനത്തെ ചെക്കപ്പിനോ ടെസ്റ്റിനോ ഒന്നും വരണ്ട, യാതൊരു രോഗമില്ലെന്ന് ഡോക്ടർമാര് അങ്ങോട്ട് വിധി എഴുതി. ഞങ്ങൾക്ക് ഈശോ ദൈവത്തിൽ ചെയ്തത് ഏറ്റവും വലിയ കാര്യത്തിൽ ഈശോ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അത്രയും അത്ഭുതം ഈശോ അന്ന് ചെയ്തില്ല. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ക്ഷീണിച്ച അവശനായി എല്ലാം പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി പോണ സമയത്തായിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോ കൊല്ലത്തെന്ന് പറഞ്ഞ സമയത്ത് പിന്നെ നമ്മളെല്ലാം മറന്നു. കൊല്ലംകാരൻ അച്ഛന് ഭയങ്കര പറയുന്നുള്ള, അതുകൊണ്ട് കൊല്ലെന്ന് പറഞ്ഞ എന്നാ വേഗം പറഞ്ഞു മക്കള് പറഞ്ഞോളാൻ പറഞ്ഞപ്പോ നടന്നുകൊണ്ട് പോണ സമയത്ത് പറഞ്ഞപ്പോ ഒരു ബ്ലെസ്സിങ് തന്നില്ലേ.
ആ സമയത്ത് ഈശോ അവിടെ സുഖപ്പെടുത്തി. പിന്നെ ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോ യാതൊരു രോഗമില്ലെന്ന് വിധി. ഹോസ്പിറ്റലിൽ വരണ്ടെന്നാ പറഞ്ഞത്. ആണോ? അമ്മയ്ക്ക് കൂടെ അത് കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്തപ്പോ എന്താ പറഞ്ഞത്? ചെക്ക് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു മോന് യാതൊരു അസുഖവും കാണുന്നില്ല, ഇനി ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല, ഒരു മരുന്നിനായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറയും. ശ്രീത്രയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് പോലും അത്ഭുതകരമായിരുന്നു ഇത് എന്ത് സംഭവിച്ചെന്നുള്ളത്. ദൈവമേ. അപ്പൊ അതിന് ശേഷം മോനെ നന്നായി പഠിക്കാനൊക്കെ പറ്റുന്നില്ലേ? മോന്റെ പേരെന്ന് പറയാം. അവിടെ അമ്മയ്ക്ക് പേര് പറഞ്ഞാൽ മതി. പേരും ഒക്കെ പറഞ്ഞു. എന്റെ പേരെന്നാ? എയ്ഡൻ ലോയിഡ്. നിനക്കിപ്പോ സന്തോഷല്ലേ? സന്തോഷല്ലേ? കർത്താവ് നോക്കി അനുഗ്രഹിച്ച്. അതിനുശേഷം പിന്നെ വീഴ്ച അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇന്ന് വരെ ഒരു കുഴപ്പോ മോനുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. നോക്കി ഈശോ എത്ര കരുണയോടെയാണ് അഭിഷേക് ശുശ്രൂഷയോടെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നത് കണ്ടോ. 1 മണിക്കൂറൊന്നും തലേ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒരു പോണ വഴിക്കൊന്ന് തൊട്ട് പ്രാർത്ഥിച്ച് പോയതുള്ളൂ. ആ സമയത്ത് ഈശോയാണത് കാണുന്നത്. ഈശോ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ചാടി എഴുന്നേറ്റ് നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തെയും അവിടുന്ന് നമ്മുടെ മേൽ കാണിക്കുന്ന ഈ വലിയ കൃപയെ ഓർത്ത് വലിയ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് കുടുംബം ഒന്നിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. മാതാപിതാക്കന്മാര് സ്തുതിക്കുന്ന ഈ സമയത്ത് കുട്ടികള് പാരന്റ്സിനോട് കൂടെ വലിയ തീഷ്ണതയോടെ സ്തുതിക്കണം. കുട്ടികളുടെ മേൽ വലിയ കൃപ കർത്താവ് ചൊരിയുന്ന സമയമാണ്. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ജയലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ജയലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധന ആരാധന പ്രിയക ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 പ്രിയക ദൈവത്തിന് ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. വലിയ ആഹ്ലാദത്തോടെ കുടുംബങ്ങളായി സമൂഹം ഒരുമിച്ച് ആഹ്ലാദിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് വേദനകളും ദുഃഖങ്ങളൊക്കെ സമർപ്പിച്ച് സന്തോഷിച്ച് ആരാധിക്കുന്നു. തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മോരിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിന് ആരാധന. ഉയർത്തി കൈയടിച്ച് ആരാധന ത്രിയേക ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. പരിശുദ്ധാത്മാവേ, ക്ഷീണങ്ങൾ മാറട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി. ഓ, ആത്മീയ ബന്ധനങ്ങൾ തകരട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചികളും മാറിപ്പോകട്ടെ. വലിയ അഭിഷേകം നിറയട്ടെ. ഓ, പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ. വിശ്വാസ അഭിഷേകം നിറയട്ടെ. വചന അഭിഷേകം നിറയട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേലും ഈ സമയം തന്നെ കൃപയുടെ വലിയ പ്രവാഹം ഉണ്ടാകട്ടെ. ഗ്ലോറി ഗ്ലോറി. ആഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിന് ആരാധന, ആഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിന് ആരാധന, മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന, മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. ആരാധന പ്രിയക ദൈവത്തിന് ആരാധന ആരാധന ആരാധന
ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ഏക ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ഓ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അഭിഷേകം നിറയട്ടെ. മനുഷ്യന്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാവിധമുള്ള ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഓ മഹത്വത്തിന്റെ കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷകൾക്കായി അവിടുന്ന് പേര് ചൊല്ലി വിളിച്ച, അവിടുന്ന് ഉന്നതമായ നിയോഗം നൽകി അനുഗ്രഹിച്ച് വേർതിരിച്ച ഈ സമൂഹത്തിൽ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കണമേ. ബലഹീനരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ കർത്താവേ. നിത്യജീവന്റെ മഹത്വം ഈ ദാസീദാസന്മാരുടെ കണ്ണുകളിൽ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. ആന്തരിക നേത്രങ്ങളെ തുറക്കണമേ. അന്ധകാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, പിശാചിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. നിത്യമായ രാജ്യത്തിന്റെ അവകാശികളായി കർത്താവേ, ഈ സമയം തന്നെ അങ്ങയുടെ മക്കളുടെ മേൽ അവിടുത്തെ പുതിയ സ്പർശനങ്ങൾ നൽകി മക്കളെ ഉണർത്തണമേ, സന്തോഷം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ടെലിവിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ ശനിയാഴ്ചയും ലക്ഷോപലക്ഷം ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബങ്ങളിലേക്ക് കർത്താവ് വർഷിക്കും. നിങ്ങളും ഇനി ചേരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച തൊട്ട് എല്ലാ ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി കാഴ്ചവെക്കുക. സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുലിഖിതം. ചെറിയ അജഗണമേ ഭയപ്പെടണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കായി നൽകിയിട്ടുള്ള ഉന്നതമായ സ്വർഗീയ വിളിയെക്കുറിച്ചും നമ്മുടെ ദൈവം നമ്മളെ നയിക്കുന്ന, നമ്മളെ നടത്തുന്ന നടത്തിപ്പിനെ കുറിച്ചും ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാനൊരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. ഒരു ദൈവദാസൻ എന്നോട് പങ്കുവെച്ചതാണ്. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായ തീഷ്ണമതിയായ ഒരു സുവിശേഷ വേലക്കാരനാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ യൗവനം ഒരുപാട് കൂട്ടും കൂടി ഒരുപാട് തരത്തിലുള്ള ലോകപ്രകാര സ്വഭാവത്തിൽ അർമാദിച്ച് അങ്ങനെ ഉല്ലസിച്ച് നടക്കുന്ന കാലം. മാതാപിതാക്കന്മാരോടുള്ള അനുസരണം കുറവ്, കൂട്ടുകെട്ടുകളും അതിൻ്റെ ആധിക്യങ്ങളും അതിൻ്റെ സന്തോഷങ്ങളും അങ്ങനെ ലഹരി പിടിച്ചിരിക്കുന്നൊരു കാലം. പുകവലിയും മറ്റു ഒരുപാട് തരത്തിലുള്ള ശരീരത്തിനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ലഹരികളുടെ അടിമത്തങ്ങൾ, ദുർസ്വഭാവങ്ങൾ, പ്രാർത്ഥന തീരെയില്ല, ദൈവവിശ്വാസം അറ്റുപോയി, കുടുംബത്തിൽ വളരെ ലേറ്റായിട്ട് കയറി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ദേശത്ത് വലിയൊരു ദൈവവചന കൺവെൻഷൻ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിലച്ഛനും ടീമംഗങ്ങളും നടത്തുന്ന ആ വലിയ വചന ശുശ്രൂഷ അവരുടെ ദേശത്തേക്ക് കർത്താവ് അയക്കുകയാണ്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ആ കൺവെൻഷൻ പന്തലിലേക്ക് നിന്ന് പന്തലെല്ലാം നിറഞ്ഞു കവിയുകയാണ്. ഈ ചെറുപ്പക്കാരന് പോകാൻ തോന്നുന്നില്ല, അവന്റെ കൂട്ടുകാർക്കും പോകാൻ തോന്നുന്നില്ല. ആത്മീയ കാര്യങ്ങളിൽ നകന്ന്
തന്നിഷ്ടം നടന്ന് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാശവഴിയെ നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ കൂട്ടുകെട്ടിൽപ്പെട്ട ഈ പർട്ടിക്കുലർ ചെറുപ്പക്കാരന് പെട്ടെന്നൊരു തോന്നല്, എന്താ അവിടെ നടക്കുന്നത്, വലിയ ജനക്കൂട്ടം ഉണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. അവന്റെ കൂടെയുള്ള പലരും പോയില്ല, അവർക്ക് തോന്നിയതുമില്ല. എന്നാൽ ഇങ്ങനെ വർഷങ്ങളായി ഈ അടിമത്തത്തിൽ നരകിക്കുന്ന ഈ ചെറുപ്പക്കാരൻ തോന്നുന്നു, എനിക്കൊന്ന് എന്താ ഒന്ന് കാണണമല്ലോ, എന്തിനാ ജനക്കൂട്ടങ്ങളിൽ ഇങ്ങനെ പോണത്. അവൻ ചെന്നപ്പോ ഉച്ചയായി, കുർബാനയെല്ലാം കഴിഞ്ഞ് ആളുകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന സമയമാണ്. അങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ബ്രെഡ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ സ്റ്റേജിൽ ഒരു പാട്ട് കേൾക്കുകയാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവരെന്നോട് മത്സരിക്കുന്നു. കാള അതിന്റെ യജമാനനെ അറിയുന്നു, കഴുത അതിന്റെ തൊഴുത്തറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ലല്ലോ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനങ്ങൾ ഗാനരൂപത്തിൽ ആ ലഘുഭക്ഷണ സമയത്ത് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കോളാമ്പിയിലൂടെ ഈ പാട്ടിന്റെ ഈരടികൾ വിദൂരങ്ങളിലേക്ക് എത്തി. ഈ ചെറുപ്പക്കാരൻ ഏറ്റവും പുറകിൽ ഒരു കല്ലുമ കയറിയിരിക്കുകയാണ് കാഴ്ച കണ്ടുകൊണ്ട്. ആ സമയത്ത് കർത്താവ് അവനെ സ്പർശിച്ചു. ഒരു അനുഭവം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്ന എന്തോ ഒരു അനുഭവം, ഒരു സ്പർശനം, ദൈവത്തിന്റെ ഇടപെടൽ. അന്ന് ഉച്ച കഴിഞ്ഞുള്ള സായാഹ്ന ശുശ്രൂഷകൾക്ക് അവൻ ഇരുന്നു. ആ രാത്രി കർത്താവ് അവന്റെ ഹൃദയത്തിൽ നല്ല നല്ല ചിന്തകൾ കൊടുത്തു. സ്വർഗത്തിന്റെ ഇടപെടലുണ്ടായി. ജീവിതം തിരിഞ്ഞു. അവൻ പാപവഴികളെ ഉപേക്ഷിച്ചു. അവൻ പൊട്ടിക്കരഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ദേവാലയത്തിലേക്ക് പോകാനും കുമ്പസാരിക്കാനും യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനായി ഏറ്റുപറയാനും ദൈവം അവന് കൃപ നൽകി. ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ ഇന്ന് അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി സ്വർഗരാജ്യത്തിലേക്ക് നേടുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ഒരു ദാസനായി ഇന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ നാശവഴിയെ നടക്കുമ്പം, കൂട്ടുകൂടി അർമാദിച്ച് നടക്കുന്ന സമയത്ത് ആ കൂട്ടുകെട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഒരു തോന്നൽ, അവിടെ എന്താണ് നടക്കുന്നത്, അതെനിക്കൊന്ന് പോയി കാണണം, എനിക്കൊന്ന് കേൾക്കണം. ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കാം, ഒരു തോന്നലായിരിക്കാം, ഒരു ആഗ്രഹമായിരിക്കാം. ദൈവം നിന്നെ തൊടുന്ന സമയമാണ് മകനെ, ദൈവം നിന്നെ തൊടുന്ന സമയമാണ് മകളെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം ഇതിനെ കുറിച്ച് പ്രകാരം പഠിപ്പിക്കുന്നു. എന്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. Everyone whom my father gives me will come to me. I will never turn away anyone who comes to me. John chapter 6 verse 37. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ആത്മീയ കാര്യത്തിന് ഒരു തോന്നല്, ഒരു ആഗ്രഹം, ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഒരു ക്ഷണം, പിതാവിന്റെ ഒരു സ്പർശനം, പിതാവിന്റെ ഒരു കടാക്ഷം എന്റെ മേലുണ്ടായിട്ടുണ്ട്, എന്റെ മേലുണ്ടായി. അതുകൊണ്ടാണ് ആഗ്രഹം തോന്നിയത്. യേശു അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുലിഖിതം. എന്നെ അയച്ച എന്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എന്റെ അരികിൽ വരാൻ സാധ്യമല്ല. എന്റെ അരികിൽ വരുന്നവനെ അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ഞാൻ ഉയർപ്പിക്കും. ജോൺ ചാപ്റ്റർ 6 verse 44. No one can come to me unless the Father who sent me draws him to me, and I will raise him up at the last day. അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ എന്റെ രാജ്യത്തിന്റെ ഗ്ലോറി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്ന് ഈ വചനം കേട്ട് നിങ്ങൾ ടെലിവിഷന് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ നടക്കുന്ന ശുശ്രൂഷ എന്താണ് എന്ന് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി ഒരു പക്ഷെ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവരുണ്ടാകാം. മക്കളെ, യാദൃശികമായി സംഭവിച്ചതല്ല.
അനാദി മുതലേ, യുഗങ്ങളുടെ ആരംഭം മുതലേ നിങ്ങളെ നിത്യജീവന് വേണ്ടി ദൈവം പ്രത്യേകം വിളിച്ച് തെരഞ്ഞെടുത്ത്, ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതും ഈ വചനങ്ങൾ കേൾക്കുന്നതും. എഫേസോസ് ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പാണ് ജീവിതത്തിന്റെ ഒരു നിശ്ചിത ഘട്ടം വരുമ്പോ നമുക്ക് തോന്നുകയാണ്, നമുക്ക് ആ ധ്യാനം കൂടെ ഒന്ന് പോണം, നമുക്ക് ആ പള്ളിയിൽ ഒന്ന് പോണം, നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കണം, നമുക്ക് അച്ഛനൊന്ന് കാണണം, നമുക്ക് ആ ടെലിവിഷൻ പ്രഭാഷണം ഒന്ന് കേൾക്കണം. ഈ എല്ലാ ആത്മീയ ആഗ്രഹങ്ങളുടെയും പുറകിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്റെയും നിങ്ങളുടെയും പിതാവ്, എനിക്കും നിങ്ങൾക്ക് രാജ്യം തരാൻ ആഗ്രഹിച്ച നമ്മുടെ സ്വർഗീയ പിതാവ് എന്റെ മേലും നിങ്ങളുടെ മേലും വെച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ ശക്തിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പിന്റെ അഭിഷേകമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം പഠിപ്പിക്കുകയാണ്, എന്റെ പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ 6:65 പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, എന്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ ആർക്കും എന്റെ അരികിൽ വരാൻ കഴിയുകയില്ല. ജെറമിയ പ്രവചനത്തിൽ 30-ാം അധ്യായം 21-ാം വാക്യം, ഞാൻ അവനെ അനുവദിക്കും, അപ്പോൾ അവൻ എന്റെ അരികിൽ വരും, അല്ലാതെ എന്റെ സന്നിധിയിൽ കാലുകുത്താൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുണ്ടാവുക? പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്, ഒരു ദൈവസ്വരം കേൾക്കുന്നത്, ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നത്, വെറുതെ ഒരു തോന്നൽ, ഒരു ആകർഷണം, ഒരു തുറവി എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത് ലോകസ്ഥാപനം മുതൽ എന്റെയും നിങ്ങളുടെയും പിതാവ്, സ്വർഗത്തിലെ നമ്മുടെ ദൈവം, എന്റെയും നിങ്ങളുടെ ആത്മാവ് നിത്യമായി നശിച്ചു പോകാതിരിക്കാൻ എനിക്കും നിങ്ങൾക്ക് നൽകിയ ആ ഉന്നതമായ ദൈവീക വിളിയുടെ ബലത്തിലും അടിസ്ഥാനത്തിലുമാണെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. എന്റെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? എന്റെ നിങ്ങളുടെ ഡ്യൂട്ടി ഒരു ആത്മീയ ആഗ്രഹം, ഒരു ആത്മീയ പ്രേരണ, ഒരു ആത്മീയ ഉത്കർഷം, ഒരു ഉൾപ്രേരണ തോന്നുന്ന സമയത്ത് തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാതെ പുറപ്പെട്ടു പോവുക, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുക, ആത്മീയ ശുശ്രൂഷയിലേക്ക് പോവുക, ദേവാലയത്തിലേക്ക് പോവുക, കുർബാനയ്ക്ക് പോവുക, ആത്മീയ കൂട്ടുകെട്ടുകളിലേക്ക് പോവുക. ദൈവം വിളിക്കുന്ന സമയത്ത് തന്നെ മക്കളെ പുറപ്പെട്ട് ദൈവത്തെ അന്വേഷിച്ച് പോകണമെന്ന് ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുകയാണ്. ആകയാൽ ഇപ്പോൾ തന്നെ, അവിടുന്ന് അരികത്തുള്ള ഇപ്പോൾ തന്നെ നിങ്ങൾ അവിടുത്തെ അന്വേഷിക്കുവിൻ. ദൈവവചനം യെശയ്യാ പ്രവചനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ ചുറ്റി സഞ്ചരിച്ചു. അവർ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച സമയത്ത് ആ പ്രദേശത്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും കൂട്ടം കൂട്ടമായി വന്നില്ല. എന്നാൽ വളരെ ആളുകൾ, വളരെ വലിയ ജനക്കൂട്ടങ്ങൾ വന്നു. കുറെ പേര് വന്നു, കുറെ പേര് വന്നില്ല. അത് തന്നെ കാര്യം. ഇന്നും അങ്ങനെ തന്നെ. വന്നവരെന്താ ചെയ്തത്? അവരോ ദൈവവചനം വായിക്കുന്ന ഇങ്ങനെയാണ്, അവർ വചനം കേട്ട് ദൈവത്തിന്റെ സ്പർശനത്തിൽ ഒരു ആത്മാവ് ഉണർന്നു, ഹൃദയം അവർ കർത്താവിന് സമർപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 19-ാം അധ്യായം 18-19 വാക്യങ്ങൾ കാണുകയാണ്, വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് അവർ കണ്ടു. മന്ത്രവാദികളും ക്ഷുദ്രക്കാരും കൂടോത്രക്കാരും വചനം കേട്ടവർ അനുതാപം കൊണ്ട് ഹൃദയം നുറുങ്ങി. അവർ ഹൃദയം യേശുവിന് സമർപ്പിച്ചു. രക്ഷിതാവ് നാഥനുമായി യേശുവിനെ സ്വീകരിച്ചു. പാപവും പാപമാർഗങ്ങളും അവർ വെറുത്തുപേക്ഷിച്ചു. പാപവസ്തുക്കൾ അവർ അഗ്നിക്കരയാക്കി, അവർ ചാമ്പലാക്കി കളഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകസ്ഥാപനത്തിനു മുമ്പ് പിതാവായ ദൈവത്തിന്റെ ക്ഷണവും അംഗീകാരവും ഉണ്ടായിരുന്നവരാണ് അവര്. സമയത്തിന്റെ പൂർണ്ണതയിൽ അവർ യേശുവിനെ കുറിച്ച് കേട്ടു. അവരിലുണ്ടായിരുന്ന ദൈവിക ക്ഷണം ഉജ്ജ്വലിച്ചു.
അവർ അനുദപിച്ച് പൊട്ടിക്കരഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചു. എന്നാൽ എല്ലാവരും അങ്ങനെ ചെയ്തില്ല. ദൈവത്തിന്റെ ക്ഷണത്തെ കെടുത്തിക്കളഞ്ഞവരുണ്ട്. ഒരു അഗ്നി പോലെ ഉള്ളിൽ കത്തുമ്പം അതിനെ കെടുത്തിക്കളയുന്ന ആളുകളുണ്ട്. അതിനെ മുകളിൽ കലങ്ങമതി വെക്കുന്നവരുണ്ട്. അതിനെ കൊട്ടയിട്ട് മൂടി, അതിനെ ചെമ്പിട്ട് മൂടി കെടുത്തിക്കളയുന്നവരുണ്ട്. വചനം കേൾക്കുന്നു, ആത്മാവ് പ്രേരണ തരുന്നു, അതിനെ കെടുത്തിക്കളയുന്ന ആ രീതിയിലാണോ ഞാനും നിങ്ങളും? ദൈവത്തിന്റെ വചനം എന്നെയും നിങ്ങളെ ഉണർത്തുമ്പോൾ യാദൃച്ഛികമായി സംഭവിച്ച ഒരു ആക്സിഡന്റൽ സംഭവമായിട്ട് അതിനെ കാണരുത്. ലോക സ്ഥാപനം മുതൽ എന്റെയും നിങ്ങളുടെയും പിതാവിന്റെ സ്വപ്നമായിരുന്നു ഈ നിമിഷം, ഈ സംഭവം, ഈ മണിക്കൂർ.